നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, ആദ്യത്തെ സെൻറ്റൻസ് ഉണ്ടോ? ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ആക്ച്വലി എ സ്ലൈറ്റ് മോഡിഫിക്കേഷൻ ഓഫ് ദി അബോവ് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ആദ്യമേ ഞാൻ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണെന്ന് ഒന്നുകൂടെ കാണിക്കാം. ഓക്കെ, ഇതായിരുന്നല്ലോ നമ്മുടെ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ്. എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിന് അതിൽ സ്ലൈറ്റ് മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ ആരായി മാറും? ഡി ഫ്ലിപ്പ് ഫ്ലോപ്പാവും. നമ്മൾ ഓൾറെഡി എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കാൻ വേണ്ടി ഇതാരായിരുന്നു? എസ് ആർ ലാച്ച് ആയിരുന്നു അല്ലേ? ആ ലാച്ചിൻ്റെ ഫ്രണ്ടിൽ ഒരു നാൻ ഗേറ്റും രണ്ടാമതൊരു നാൻ ഗേറ്റും കൂടെ കൊടുത്തു. എന്നിട്ട് ഈ നാൻ ഗേറ്റിന് മിനിമം 2 ഇൻപുട്ടാണ്. അതിലൊരു ഇൻപുട്ടിന് എന്തായിട്ട് കൊടുത്തു? ക്ലോക്കും കൊടുത്തു. പിന്നെ ഒരിടത്ത് എസ്സും ആറും കൊടുത്തു. ഇതായിരുന്നു നമ്മുടെ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇനി ഈ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിന് എസ്സിനെ ഇത് നോട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇൻപുട്ട് കൊടുക്കുക ഡി. ഇതാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇവിടെ എസ് എന്നല്ല അപ്പോൾ നമ്മൾ എഴുതുന്നത്. ഈ ഗേറ്റിലേക്കുള്ള ഇൻപുട്ടും ഈ ഇൻപുട്ടിനെ നോട്ട് ചെയ്തിട്ട് വേണം രണ്ടാമത്തെ ഗേറ്റിലേക്കും കൊടുക്കുകയാണെങ്കിൽ ഇതെന്ത് ഫ്ലിപ്പ് ഫ്ലോപ്പായി മാറി? ഡി ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് മാറി. നമ്മൾ പിന്നെ പഠിച്ചിട്ടുണ്ട് ഈ നോട്ട് ഗേറ്റിനെ എനിക്ക് എങ്ങനെ വരയ്ക്കാം? നാൻഡ് വെച്ചിനെ നോട്ടാക്കുന്നത് ഇങ്ങനെയല്ലേ? അപ്പം ഈ നോട്ടിന് പകരം എനിക്ക് ആരെ വരയ്ക്കാം? നാൻഡിനെയും വരയ്ക്കാമല്ലോ. അപ്പോൾ ചിലപ്പോൾ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് ഇംപ്ലിമെൻറ്റ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് യൂണിവേഴ്സൽ ഗേറ്റ്സ് മാത്രം. അങ്ങനെയാണെങ്കിൽ ആ നോട്ടല്ല, ഈ നോട്ടിന് പകരം ഏത് കാണിക്കണം? ഇത് കാണിക്കണം. ഓക്കെ, ഇനി ഞാൻ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് കാണിക്കാം. കണ്ടോ, നിങ്ങൾ ഫിഗറിലേക്ക് നോക്കിക്കേ. അതായത് എസ് ആർ ലാച്ചിനകത്ത് ഇത് തന്നെ സാധനം എന്താ? എസ് ആർ ലാച്ച് അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം എസ് ആർ ലാച്ച് പഠിച്ചത് അല്ലേ? എസ് ആർ ലാച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് നാൻഡ്, ഈ 2 നാൻഡിൻ്റെയും ഈ ഔട്ട്പുട്ട് എടുത്ത് ഇങ്ങോട്ടും ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ഇങ്ങോട്ടും പിന്നെ ഇവിടെ രണ്ടിടത്ത് 2 ഇൻപുട്ട് കൊടുക്കുക, എസ്സും ആർ. ഇതാണ് നമ്മുടെ ലാച്ച് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഫ്രണ്ടിൽ വീണ്ടും 2 നാൻ ഗേറ്റ് കൊടുത്തിട്ട് ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ക്ലോക്കായിട്ടും മറ്റേത് എസ്സും ആർ. അത് തന്നെയല്ലേ ഇപ്പം ഞാൻ ഈ വരച്ച് വെച്ചിരിക്കുന്നത് ഇത്. അപ്പോൾ ഈ ഇൻപുട്ടിനെ നോട്ട് ചെയ്തിട്ട് എങ്ങോട്ട് കൊടുക്കുക? അടുത്ത ഇൻപുട്ടായിട്ട് കൊടുക്കുക. അതാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കി എത്ര ഇൻപുട്ടുണ്ട്? ഡി മാത്രമേ ഉള്ളൂ. നേരത്തെ എസ് ആർ എന്ന് പറയുമ്പോൾ 2 ഇൻപുട്ടായിരുന്നു. 0 0 0 1 1 0 1 1 4 കോമ്പിനേഷനായിരുന്നു. ഇപ്പോൾ ഡി മാത്രമേ ഇൻപുട്ടുള്ളൂ. അതുകൊണ്ട് ഒന്നെങ്കിൽ ഡി 0 ആകാം, അല്ലെങ്കിൽ ഡി എന്താവാം? 1 ആവാം. ഇനി ഞാൻ വർക്കിംഗ് പറയാൻ പോവാം. ഡി 0 ആണെന്ന് വിചാരിക്കാം. ഡിയുടെ വാല്യൂ 0 ആണ്. ക്ലോക്ക് എന്താണ്? 1 ആണെന്നങ്ങ് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കി ഡിയുടെ വാല്യൂ ഇപ്പോൾ എന്താ? 0. അപ്പോൾ ഇതിലോട്ട് പോകുന്ന എന്തൊക്കെയാണ്? 0യും വരും, ഈ ക്ലോക്കുമാണ് വരുന്നത്. അപ്പോൾ 0 1 ആണ് ഒന്നാമത്തെ നാൻഡിൽ ചെല്ലുന്നത്. രണ്ടാമത്തെ നാൻഡിൽ ചെല്ലുന്നോ ഈ ക്ലോക്ക് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് 1 കിട്ടും. ഇവിടെ നോക്കി ഈ 0നെ നോട്ട് ചെയ്യണ്ടേ? നോട്ട് ചെയ്യുമ്പം ഇങ്ങോട്ട് എന്നാ വരുന്നത്? 1 1. ഒന്നാമത്തെ നാൻഡിൻ്റെ ഔട്ട്പുട്ട് അപ്പോൾ എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു നാൻ ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ 0 വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1ഉം താഴത്തിൻ്റെ ഔട്ട്പുട്ടിലേക്ക് ഇപ്പോൾ ചെന്നാൽ എന്തൊക്കെയാണ്? 1 1 ചെല്ലുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തുമായിരിക്കും? 0. അപ്പോൾ 1 0 എന്നുള്ളൊരു കണ്ടീഷനാണ് വന്നത്. ഈ 1 0 ഇനി എങ്ങോട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്? നമ്മുടെ ലാച്ചിലേക്കാണ്. എസ് ആർ ലാച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 0 കണ്ടീഷൻ കൊടുക്കുമ്പം എന്താ സംഭവിക്കുന്നത്? നമ്മളവിടെ എസ് ആർ ലാച്ച് പഠിച്ച് എസ് ആർ ലാച്ച് വേണം എടുക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, കണ്ടോ ഇതല്ലേ ലാച്ച്? 1 0 എന്നൊരു കണ്ടീഷൻ വരുമ്പോൾ ക്യൂവിൻ്റെ വാല്യൂ 0യും ക്യൂ ബാർ 1ഉം സ്റ്റേറ്റ് ചെയ്താൽ റീസെറ്റ്. അതായത് 1 0 എന്നൊരു കണ്ടീഷൻ വന്നു. ആ 1 0 കണ്ടീഷൻ നമ്മൾ എസ് ആർ ലാച്ചിലേക്ക് കൊടുത്തപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എങ്ങോട്ട് മാറുക? റീസെറ്റ്. അതായത് നമ്മുടെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്തായി മാറും? റീസെറ്റ് എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് മാറുവാണ്. ഡിയുടെ വാല്യൂ 0യും ക്ലോക്കിൻ്റെ വാല്യൂ 1ഉം ആകുമ്പം ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ത് കണ്ടീഷനിലാണ് നിൽക്കുന്നത്? റീസെറ്റിലാണ്. റീസെറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂവിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിട്ടാണ് നിൽക്കുകയുള്ളൂ? 0യും